I have a good news for you. I am bringing a series of videos for you. അത് ഞാൻ എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്താൻ ശ്രമിക്കും. ടെക്നിക്കൽ അനാലിസിസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഒരു പ്ലേലിസ്റ്റിനകത്ത്. സോ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ടെക്നിക്കൽ അനാലിസിസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ റെഫറൻസ് ചെയ്യേണ്ട ആവശ്യം വരികയാണെങ്കിൽ ഈ പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ A to Z കാര്യങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് സമയത്തും ലഭിക്കുന്നതായിരിക്കും. ആദ്യത്തെ ചുവടുവയ്പ്, ഒരു ബേബി സ്റ്റെപ്പ് എന്ന നിലയ്ക്ക് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസ് ആക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മീൻസ് വാട്ട് ഈസ് പ്രൈസ് ആക്ഷൻ, വാട്ട് ഈസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യാം, ഈ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം, എങ്ങനെയാണ് പാറ്റേൺ ഉണ്ടാക്കുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്സ് എന്നത്. സോ നമുക്ക് പോയിൻ്റ് ബൈ പോയിൻ്റ് ആയിട്ട് ഇതിനകത്തോട്ടൊക്കെ കടക്കാം. എല്ലാം വളരെ വിശദമായി ഡിസ്കസ് ചെയ്ത് മുന്നോട്ട് പോകാം. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള, ഒരുപാട് കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് പ്രൈസ് ആക്ഷൻ എന്നത്. ആക്ച്വലി മാർക്കറ്റിൽ രണ്ട് തരത്തിലുള്ള ട്രേഡേഴ്സ് ഉണ്ട്. ഒന്ന് പ്രൈസ് ആക്ഷൻ പ്രകാരം, പ്രൈസിൻ്റെ മൂവ്മെൻറ്റ്സ് മാത്രം നോക്കി പ്രൈസ് ആക്ഷൻ പ്രകാരം ട്രേഡ് ചെയ്യുന്ന വ്യക്തികളും ട്രേഡേഴ്സും, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന വ്യക്തികളും. ഇത് രണ്ടും ട്രേഡിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. പക്ഷേ ഈ രണ്ട് കാറ്റഗറിയും തമ്മിലുള്ള കടിച്ചു കീറലുകൾ നമുക്ക് പല സ്ഥലത്തും കാണാൻ കഴിയും. Today I am going to clear up what exactly is price action. My name is Srinath Sridharan and once again I am welcoming to you my channel Index Tracker. To understand what is price action എന്ന വാക്കിൽ തന്നെയുണ്ട് അത് എന്താണ് എന്നുള്ളത്. ഒരു വില കാണിക്കുന്ന ആക്ഷൻസ്, ഒരു വിലയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് വില കാണിക്കുന്ന ആക്ഷനെ നമുക്ക് പ്രൈസ് ആക്ഷൻ എന്ന് പറയാം. പ്രൈസ് പ്ലസ് ആക്ഷനാണ് പ്രൈസ് ആക്ഷൻ. ഓക്കെ, പ്രൈസിൻ്റെ ആക്ഷൻ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നൊരു വ്യക്തിക്ക് ഒരു പ്ലെയിൻ ചാർട്ട് നോക്കി തന്നെ അത് ആ സ്റ്റോക്ക് അല്ലെങ്കിൽ ആ ഒരു ഇൻഡെക്സ് എങ്ങോട്ട് പോകുന്നു എന്ന് ഒരു 70-80% വരെ അക്യുറേറ്റായി പറയാൻ സാധിക്കും. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദിസ് കൺസെപ്റ്റ് ഐ ഹാവ് ടു ടെൽ യു 3 തിങ്സ്. ഒന്ന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, രണ്ട് എന്നത് ട്രെൻഡ്സ്, മൂന്ന് ടൂൾസ്. ടൂൾസിനെ തന്നെ രണ്ടായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ഹൊറിസോണ്ടൽ, ദെൻ ട്രെൻഡ് ലൈൻ. ക്ലിയർ? പ്രൈസ് ആക്ഷൻ എന്നത് നമുക്ക് വിവരിക്കാനായിട്ട് 3 പോയിൻറ്റ്സ് ഇവിടെ ആവശ്യമാണ്. ഒന്ന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, രണ്ടെന്ന് പറയുന്നത് ട്രെൻഡ്, 3 ടൂൾസ്. ആക്ച്വലി 1ഉം 2ഉം പോയിൻറ്റുകൾ ഒരു സെഗ്മെൻറ്റാണ്, മൂന്നാമത്തൊരു പോയിൻറ്റ് രണ്ടാമതൊരു സെഗ്മെൻറ്റാണ്. സോ ഈ ഒന്നാമത്തെ സെഗ്മെൻറ്റിന് സപ്പോർട്ടിനെയും ട്രെൻഡിനെയും കൺഫേം ചെയ്യുന്നതും ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ടൂൾസ് വെച്ചിട്ടാണ്. ടൂൾസിൻ്റെ 2 പാർഷ്യലാണ്. ഒന്ന് ഹൊറിസോണ്ടൽ ലൈൻസും ട്രെൻഡ് ലൈനും. ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ? ഹൊറിസോണ്ടൽ ലൈനും ട്രെൻഡ് ലൈനും വെച്ചിട്ടാണ് നമ്മളൊരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ഐഡൻറ്റിഫൈ ചെയ്യുന്നതും ട്രെൻഡ് മനസ്സിലാക്കുന്നതും. സോ പ്രൈസ് ആക്ഷന് ഉപയോഗിക്കുന്ന 3 മേജറായിട്ടുള്ള ഭാഗങ്ങൾ: ഒന്ന് സപ്പോർട്ട് ലൈൻ, 2 ട്രെൻഡ്, 3 ടൂൾസ്. ആദ്യം ഒന്നാമത്തെ പോയിൻ്റ് എടുത്തിട്ട് വ്യക്തമായി മനസ്സിലാക്കാം. അതിനുശേഷം പോയിൻ്റ് ബൈ പോയിൻറ്റ്സ് ആയിട്ട് മുന്നോട്ട് പോകാം. ആദ്യം സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇത് ഫസ്റ്റ് പോയിൻ്റാണ്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. സപ്പോർട്ട് എന്നതിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ചെയറിലിരിക്കുക എന്ന് വെച്ചോളൂ. ചെയർ നിങ്ങൾക്കൊരു സപ്പോർട്ട് തരുന്നുണ്ട്. ചെയർ ഒരിക്കലും നിങ്ങളെ താഴോട്ട് വീഴാൻ അയക്കുന്നില്ല. നിങ്ങൾ ചെയറിൽ നിന്ന് എണീറ്റ് നിൽക്കുകയാണെങ്കിലും ഭൂമി നിങ്ങൾക്കൊരു സപ്പോർട്ട് തരുന്നുണ്ട്. സോ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇത്ര തന്നെയുള്ളൂ. ഒരു സ്റ്റോക്കിൻ്റെ പ്രൈസ് അത് താഴോട്ട് വീഴാൻ, ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് എത്തുന്ന സമയത്ത് ആ ലെവൽ ഈ വിലയെ താഴോട്ട് വീഴാൻ അയക്കുന്നില്ല. സോ ഇവിടെ എത്തുന്ന സമയത്ത് ഒരു യു ടേൺ എടുത്തതിന് ശേഷം സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്നു. ഒരു വില ഒരു പെർട്ടിക്കുലർ വിലയിൽ നിന്ന് താഴോട്ട് പോകാൻ ഒരു സ്റ്റോക്കിനെ സമ്മതിക്കുന്നില്ല എങ്കിൽ ഇവിടെ ഒരു സപ്പോർട്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്ന് ഡിഫൈൻ ചെയ്യാം. എങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഒരു സ്റ്റോക്ക് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെർട്ടിക്കുലർ വില എത്തുമ്പോൾ, ഒരു പെർട്ടിക്കുലർ റേറ്റ് എത്തുന്ന സമയത്ത് അവിടെ ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്യുകയും അവിടെ നിന്ന് യു ടേൺ എടുത്ത് താഴേക്ക് വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ പോയിന്റിൽ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് പറയാം. അതായത് ആ പോയിന്റിന് മുകളിലേക്ക് ആ വില പോകാൻ അയക്കുന്നില്ല. ഒരു പെർട്ടിക്കുലർ പോയിന്റിന് മുകളിലേക്ക് ആ സ്റ്റോക്കിന് പോകാൻ പറ്റാത്തൊരവസ്ഥ വരികയാണെങ്കിൽ അവിടെ റെസിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഡിഫൈൻ ചെയ്യാം. നമുക്ക് കുറച്ചും കൂടെ വിശദമായി മനസ്സിലാക്കാം. ഒരു 80 രൂപ വിലയുള്ള ഒരു സ്റ്റോക്ക്. ഓക്കെ, 80 ഇപ്പോൾ ഇതിൻ്റെ വില. അവിടെ ഞാനൊരു ലൈൻ വരയ്ക്കുന്നു. അതിന് മുകളിൽ
100 രൂപ പ്രൈസ് എത്തുന്ന ഒരു പോയിൻ്റ് വരച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു 120 റേറ്റ് വരുന്ന ഒരു ലൈനും ഒരു ഹൊറിസോണ്ടൽ ലൈനും വരച്ചിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റോക്ക് 80-ൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഗെയിൻ 100-ലെത്തിയ സമയത്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസ് കിട്ടി. ഈ സ്റ്റോക്കിന് അഗെയിൻ താഴെ വന്നു. വീണ്ടും 80 എത്തിയ സമയത്ത് ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്തു, തിരിച്ച് മുകളിലോട്ട് പോയി. 100 എത്തിയ സമയത്ത് വീണ്ടും ഒരു റെസിസ്റ്റൻസ്, അഗെയിൻ 80-ലോട്ട് വന്നു. 80-ൽ നിന്നൊരു സപ്പോർട്ട് ഫേസ് ചെയ്തു, തിരിച്ച് മുകളിലേക്ക് കയറി. ഈ പോയിൻ്റ് എത്തിയപ്പോൾ ഈ 100 എന്ന റേഞ്ച് ഈ ഭാഗത്ത് ബ്രേക്ക് ചെയ്യണം, ഒരു ബ്രേക്ക് ഔട്ട് നടക്കുകയാണ്. ബ്രേക്ക് ഔട്ട് നടന്ന് 120-ലേക്ക് പോയി. റൈറ്റ്, 120-ൽ എഗെയിൻ ഒരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്തു. അതായത് 100 പല പ്രാവശ്യം റെസിസ്റ്റൻസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്. 80 എന്നതൊരു സപ്പോർട്ട് ലെവലായിരുന്നു. 120-നോട്ട് 100 ബ്രേക്ക് ചെയ്ത് 120-ലോട്ട് പോയപ്പോൾ വീണ്ടും ഇവിടെ ഒരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്ത്. എന്തുകൊണ്ടാണ്? ഈ സ്റ്റോക്ക് താഴെ നിന്ന് മുകളിലേക്കാണ് ട്രൈ ചെയ്യുന്നത്. ഇവിടെ 80-ൽ നിന്ന് 100-ലേക്ക് താഴെ നിന്ന് മുകളിലേക്ക് ട്രൈ ചെയ്തപ്പോൾ, കടക്കാൻ ട്രൈ ചെയ്തപ്പോൾ അവിടെ ഒരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്തു. എക്സാക്ട്ലി 100-ൽ നിന്ന് 120-ലേക്ക് താഴെ നിന്നും സ്റ്റോക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്തു. അഗൈൻ 120-ൽ നിന്ന് താഴോട്ട് വരികയാണ്. താഴോട്ട് വരുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 100 എന്നത് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. എങ്ങനെ? നേരത്തെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്ന 100 ഇപ്രാവശ്യം ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇതും കൺസെപ്റ്റ് വളരെ സിമ്പിളാണ്. അതായത് നിങ്ങളിപ്പോൾ ഫസ്റ്റ് 1-ാം നിലയിലാണ് നിൽക്കുന്നത്. നിങ്ങൾ സ്റ്റെയർ കയറി നേരെ 2-ാം നിലയിലേക്ക് ചെന്നെന്ന് വരിക. സോ 1-ാമത്തെ നിലയിൽ നിൽക്കുമ്പോൾ നിങ്ങൾ നല്ല ഹൈറ്റിൽ ചാടുകയാണ് മുകളിലോട്ട്. എന്ത് സംഭവിക്കും? നിങ്ങൾ സീലിങ്ങിൽ തട്ടി നേരെ താഴോട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. റൈറ്റ്, 1-ാമത്തെ നിലയിൽ നിന്ന് നിങ്ങൾ ഹൈറ്റിലേക്ക് ചാടുകയാണ്. സോ സീലിങ്ങിന് തട്ടി നിങ്ങൾ നേരെ താഴത്തോട്ട് വരുന്നു. കാരണം മുകളിൽ റെസിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതേസമയം നിങ്ങൾ സ്റ്റെയർ കയറി നേരെ മുകളിൽ പോവുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നേരെ റെസിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ആ ഒരു ഏരിയ ഇപ്പോൾ സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കും. സെയിം കൺസെപ്റ്റാണ് ഇവിടെയും. 100 നേരത്തെ റെസിസ്റ്റൻസ് ആയിരുന്നു. താഴെ നിന്ന് 80-ൽ നിന്ന് മുകളിലേക്ക് ട്രൈ ചെയ്ത സമയത്ത് പലപ്പോഴും ബ്രേക്ക് ചെയ്യാൻ അയച്ചിരുന്നില്ല, റെസിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ടായി. ഇപ്പോൾ 100 ബ്രേക്ക് ചെയ്ത് നേരെ മുകളിലേക്ക് പോയിരിക്കുകയാണ്. സോ തിരിച്ച് താഴെ വരുന്ന സമയത്ത് ഈ 100 ലെവൽ എന്നത് ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ഇവിടെ റെസിസ്റ്റൻസ് ആയിരുന്നത് ഇപ്പോൾ സപ്പോർട്ടായി മാറി. അപ്പോൾ നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൺക്ലൂഡ് ചെയ്യാം. ഒരു സ്റ്റോക്ക് മുകളിൽ നിന്ന് താഴോട്ട് ബ്രേക്ക് ഡൗൺ തരാം, താഴേക്ക് വരാൻ ട്രൈ ചെയ്യുന്ന സമയത്ത് യു ടേൺ എടുക്കുകയാണെങ്കിൽ അവിടെ സപ്പോർട്ട് ഉണ്ടെന്ന് അനുമാനിക്കാം. അതുപോലെ തന്നെ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് കയറി പോകുന്ന സമയത്ത് വൈകൻ ഒരു യു ടേൺ സംഭവിക്കുകയാണ് എങ്കിൽ അവിടെ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് അനുമാനിക്കാം. സിമ്പിൾ. ഞാനിത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇപ്പം മനസ്സിലായിട്ടില്ല എങ്കിൽ, എന്തെങ്കിലും സംശയം ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ പുറകിലേക്ക് പോയി ഒന്നുകൂടെ വളരെ വിശദമായത് കാണേണ്ടതാണ്. വിശദമായി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അടുത്ത ടോപ്പിക്കിലേക്ക് പോവുക. കാരണം നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനാണ് ഇവിടെ വരുന്നത്. റൈറ്റ്, ഇത് പഠിക്കണം, പഠിച്ച് മനസ്സിലാക്കണം, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്ത് തുടങ്ങണം, പ്രോഫിറ്റബിലിറ്റിയിലെത്തണം, ലൈഫ് സെറ്റിൽ ചെയ്യണം. സോ നമ്മളിവിടെ ഹാഫ് നോളേജും കൊണ്ട് മാർക്കറ്റിനകത്ത് എൻ്റർ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മുന്നോട്ട് നടക്കുക. അടുത്ത പോയിൻ്റ് ട്രെൻഡാണ്. രണ്ടാമത്തെ പോയിൻ്റ് ട്രെൻഡ്. മാർക്കറ്റിൽ മേജറായിട്ട് 3 തരത്തിലുള്ള ട്രെൻഡുകളാണുള്ളത്. ഒന്ന് അപ്സൈഡ് ട്രെൻഡ്, അപ്പ് ട്രെൻഡ്, അതായത് ബുള്ളിഷ് ട്രെൻഡ് എന്നും പറയാറുണ്ട്. അപ്പ് ട്രെൻഡ് ഓർ ബുള്ളിഷ് ട്രെൻഡ്, മുകളിലേക്ക് പോകുന്ന മാർക്കറ്റ്. അതുപോലെ തന്നെ താഴോട്ട് വരുന്ന മാർക്കറ്റ്, ഇതിന് ബിയറിഷ് മാർക്കറ്റ് എന്ന് പറയും. ബിയറിഷ് മാർക്കറ്റ് അല്ലെങ്കിൽ ഡൗൺ സൈഡ് ട്രെൻഡ്. ഡൗൺ സൈഡ് ട്രെൻഡ്. മൂന്നാമത്തെ ട്രെൻഡ് എന്ന് പറയുന്നത് സൈഡ് വേസ് ആണ്. അതായത് നേർരേഖയിൽ സഞ്ചരിക്കുന്ന സ്റ്റോക്ക്. സൈഡ് വേസ് ട്രെൻഡ് അല്ലെങ്കിൽ ചോപ്പി മാർക്കറ്റ്, റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്നൊക്കെ പറയാറുണ്ട് ഈ മാർക്കറ്റിന്. ക്ലിയർ? 1 ബുള്ളിഷ് ട്രെൻഡ്, 2 ബിയറിഷ് ട്രെൻഡ്, 3 ചോപ്പി മാർക്കറ്റ്. ഈ 3 തരത്തിലുള്ള മാർക്കറ്റുകളാണ്, 3 തരത്തിലുള്ള ചാർട്ടുകളാണ് ഓരോ സ്റ്റോക്കിനും അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 3 തരത്തിലെ മാർക്കറ്റ് മൂവ് ചെയ്യാറുള്ളൂ. ഈ 3 മാർക്കറ്റിലും ഒരു ട്രേഡറെ സംബന്ധിച്ച് ട്രേഡ് ചെയ്ത് പണം ഉണ്ടാക്കാൻ കഴിയും. സിംപ്ലി യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വിച്ച് ടൈപ്പ് ഓഫ് മാർക്കറ്റ് യു ആർ ഇൻ. അത് മനസ്സിലാക്കിയെങ്കിൽ ട്രേഡ് ചെയ്ത് പണം ഉണ്ടാക്കുക ഈസിയാണ്. ഈസി മീൻസ് നോളേജ് അക്വയർ ചെയ്ത വ്യക്തിക്ക് അതുപോലെ പഠിച്ചതുപോലെ തന്നെ
പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടെങ്കിൽ അവൻ സക്സസ്ഫുൾ ആകാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഈ 3 സിനാരിയോയിലും ചാർട്ട് എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് അപ്സൈഡ് മൂവ്മെൻറ്റ് ചെയ്യുന്ന ഒരു ചാർട്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അതായത് ഒരു സ്റ്റോക്ക് ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മളിതെല്ലാം ചാർട്ടിനകത്ത് പോയിട്ട് ലൈവായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഈ വീഡിയോയ്ക്ക് അവസാനം ഞാൻ ഇതെല്ലാം ചാർട്ടിൽ കാണിച്ചു തന്നതിന് ശേഷം മാത്രമേ ഈ വീഡിയോ ഞാൻ ക്ലോസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. ആ ഒരു പോയിന്റിൽ നിന്ന് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു റിട്രേസ്മെൻറ്റ്, എഗെയിൻ ഒരു ഹൈ റിട്രേസ്മെൻറ്റ്, എഗെയിൻ ഹൈ റിട്രേസ്മെൻറ്റ്, ഹൈ. ഈ ഒരു ചാർട്ട് ഈ ഒരു തരത്തിൽ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്. ഇത് ഒരിക്കലും നേർരേഖയിൽ മൂവ് ചെയ്ത് ഒരു സ്റ്റോക്കും ഒരു 0 നിന്ന് തുടങ്ങി 100ലേക്ക് ഒരു ഡയറക്റ്റ് മൂവ്മെൻറ്റ് തരില്ല. അതെപ്പോഴും ഒരു മൂവ്മെൻറ്റ് തരും, കുറച്ച് പേര് ലാഭം എടുക്കും, താഴത്തോട്ട് വരും, എഗെയിൻ ഒരു മൂവ് ലാഭം എടുക്കും, ഒരു മൂവ്മെൻറ്റ് തരും, ഒരു ലാഭം എടുക്കും. ഇത്തരത്തിൽ ഒരു ചാർട്ട് മൂവ് ചെയ്യാറുള്ളൂ. താഴേക്ക് വരുന്ന സിനാരിയയിലും അതുപോലെ തന്നെയാണ്. ഒരു സ്റ്റോക്ക് കണ്ടിന്യൂസ് ആയിട്ട് താഴത്തേക്ക് നേർരേഖയിൽ സഞ്ചരിക്കില്ല. അത് ചെറിയ റിട്രേസുകൾ കൊടുത്തുകൊണ്ടേ താഴേക്ക് സഞ്ചരിക്കുള്ളൂ. എല്ലാ ചാർട്ടും നിങ്ങൾ ഏത് രാജ്യത്തെ ഏത് കമ്പനികളുടെ ഏത് ക്രിപ്റ്റോ കറൻസി ആയിക്കോട്ടെ, കമ്മോഡിറ്റി മാർക്കറ്റ് ആയിട്ട്, ഇക്വിറ്റി ആയിക്കോട്ടെ, ഓപ്ഷൻസ് ആൻഡ് ട്രേഡിംഗ് ആയിക്കോട്ടെ, ഇത്തരത്തിലെ ഒരു ചാർട്ട് മൂവ് ചെയ്യുകയുള്ളൂ. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യും, ദെൻ ഒരു ലോ ക്രിയേറ്റ് ചെയ്യും. ഈ ഒരു സിനാരിയോയിലായിരിക്കും ഏതൊരു ചാർട്ടും മൂവ് ചെയ്യുന്നത്. ബേസിക് കൺസെപ്റ്റാണ് ഞാൻ പറയുന്നത്. സോ ഇതൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് തരുന്ന ഒരു പാറ്റേൺ ആണ്. ഒരു പോയിന്റിൽ നിന്ന് ചാർട്ട് മൂവ് ചെയ്ത് തുടങ്ങി, അതിനുശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ ഒരു ലോ, വീണ്ടും ഒരു ഹൈ, എഗെയിൻ ഒരു ലോ. ഇത് നമുക്ക് കറക്റ്റായി നോട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ലോ ആണ്, ഇത് ഹൈ ആണ്, ഇതും ലോ ആണ്. പക്ഷേ ആദ്യത്തെ ലോ, ഇതാണ് ആദ്യത്തെ ലോ. ഇതിനെ ABC എന്ന് നമുക്ക് കൊടുക്കാം മനസ്സിലാക്കാൻ പാകത്തിന്. ഇത് A ആണ്, ഇത് B, C, D, E. ABCDE. ഇനി ഞാൻ പെൻസിലിൻ്റെ കളർ ഒന്ന് മാറ്റുകയാണ്. റൈറ്റ്. സോ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു ഇവിടെ, വീണ്ടും ഒരു ലോ, എഗെയിൻ ഒരു ലോ, പിന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു ഹൈ ഉണ്ട് ഇവിടെ, വീണ്ടും ഒരു ഹൈ, 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 ഹൈ. റൈറ്റ്. ഈ ലോനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഹൈ ആണ്. റൈറ്റ്. ഇത് ലോ ആണ്, ഇത് ഹൈ പോയിൻ്റ് ആണ്. അടുത്ത ലോ നോക്കുകയാണെങ്കിൽ ഈ ലോയിനേക്കാൾ, ആദ്യത്തെ ലോയിനേക്കാൾ രണ്ടാമത്തെ ലോ കുറച്ച് മുകളിലാണ് നിൽക്കുന്നത്. സോ ഇത് ഹയർ ലോ ആയിട്ട് പരിഗണിക്കാം. ആദ്യത്തെ ലോനെ വെച്ച് രണ്ടാമത്തെ ലോ എന്നത് ഹയർ ലോസ് ആണ്. റൈറ്റ്. രണ്ടാമത്തെ ഹൈ എന്നത് ആദ്യത്തെ ഹൈനെ വെച്ച് നോക്കുമ്പോൾ ഹയർ ഹൈസിലാണ് കിടക്കുന്നത്. ആദ്യത്തെ ഹൈനേക്കാൾ കുറച്ചുകൂടെ മുകളിലാണ് രണ്ടാമത്തെ ഹൈ ക്ലോസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ്. ഇത്തരത്തിലാണ് ഈ ചാർട്ട് മുകളിലേക്ക് പോകുന്നത്. പുതിയ ഉയരങ്ങൾ കീഴടക്കി മുകളിലോട്ട് പോവുകയാണ് ഈ സ്റ്റോക്ക് പോവുകയാണ്. സോ എല്ലാ പ്രാവശ്യവും ആദ്യത്തെ ഹൈനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഹൈ ക്രിയേഷൻ ഫോം ആകുന്നുണ്ട്, ഹയർ ഹൈ മുകളിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ലോ പോയിൻറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ആദ്യത്തെ ലോയിനേക്കാൾ രണ്ടാമത്തെ ലോ എന്നത് ഹൈ ആണ്, ഹയർ ലോ ക്രിയേറ്റ് ചെയ്ത് മുകളിലോട്ട് പോവുകയാണ്. ഇത്തരത്തിൽ പോകുന്ന ഒരു മാർക്കറ്റിനെ, ഒരു ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കി പോകുന്ന ഒരു മാർക്കറ്റിനെയാണ് ബുള്ളിഷ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ മാർക്കറ്റ് അപ്സൈഡ് മൂവ്മെൻറ്റ് തരുന്ന മാർക്കറ്റാണ്. സോ ബുള്ളിഷ് മാർക്കറ്റിൽ ഒരു ട്രേഡർക്ക് സ്റ്റോക്ക് മുകളിൽ നിന്നും താഴോട്ട് വന്ന് എഗെയിൻ വീണ്ടും ഒരു അപ്സൈഡ് തരുന്ന സമയത്ത്, അതായത് ഈ സ്റ്റോക്ക് മുകളിലോട്ട് പോയി താഴോട്ട് വന്നു, എഗെയിൻ ഏതെങ്കിലും ഒരു പോയിന്റിനകത്ത് സപ്പോർട്ട് ഫേസ് ചെയ്ത് തിരിച്ച് മുകളിലോട്ട് കയറുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇത് അപ്സൈഡ് മൊമെൻറ്റ് തരുന്ന ട്രേഡാണെന്ന് ചാർട്ട് നോക്കുന്ന സമയത്ത് ഒരു ട്രേഡർക്ക് മനസ്സിലാകും. അതിനുശേഷം തിരിച്ച് മുകളിലോട്ട് കയറുന്നത് കാണുമ്പോൾ ഈ ഹൈ ബ്രേക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി ഇവിടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഈ ഹൈനേക്കാൾ ഒരു ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ട്രേഡ് എക്സിറ്റ് ചെയ്ത് ഇവിടെ വരുന്ന ഡിഫറൻസ് പ്രോഫിറ്റ് ആയിട്ട് എടുക്കും. സപ്പോസ് ഇതൊരു 50 റേഞ്ചാണ്, ഇവിടെ നിന്നാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്, തിരിച്ച് കയറി വന്നു, എഗെയിൻ ഇങ്ങോട്ട് പോവുകയാണ്. സോ ഇവിടെ ഒരു 80 റേഞ്ചിലാണ് ഇത് റിട്ടേൺ എടുത്തതെങ്കിൽ ഒരു 90 ലെവലിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തു. ഈ ഹൈ ബ്രേക്ക് ചെയ്ത് ഒരു ന്യൂ ഹൈ എത്തുന്ന സമയത്ത് ഇവിടെ ഒരു 100-110 രൂപയ്ക്ക് ട്രേഡ് എക്സിറ്റ് ചെയ്തു. സോ ഇവിടെ വരുന്ന ഡിഫറൻസ് എന്നതാണ് പ്രോഫിറ്റ്. ഞാനിത് ചാർട്ടിനകത്ത് ലൈവായിട്ട് കാണിച്ചു തരുന്നുണ്ട്.
ഈ ചാർട്ടിനകത്ത് തന്നെ ഹയർ ഹൈസ് എങ്ങനെ കണക്കാക്കാം, നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ ട്രെൻഡ് ലൈനും ഹൊറിസോണ്ടൽ ലൈൻസും എങ്ങനെ യൂസ് ചെയ്യാം എന്നതെല്ലാം ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഞാനിപ്പോൾ ബേസിക് ആയിട്ടുള്ളൊരു കാര്യമാണ് പറഞ്ഞു പോകുന്നത്. ഇതെങ്ങനെയാണെന്നുള്ള കാര്യം തിങ്ക് ചെയ്ത് ചുമ്മാ ഒരുപാട് ആലോചിക്കരുത്. ഞാനിത് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. ഞാൻ ബേസിക്സ് ആയ കാര്യം മാത്രം ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറഞ്ഞു പോവുകയാണ്. സോ ബിയറിഷ് സൈഡുള്ള ചാർട്ട് നോക്കാം. ഇനി ബിയറിഷ് സൈഡും ഇതുപോലെ തന്നെയാണ്. ഒരു പോയിന്റിൽ നിന്നും ട്രേഡിംഗ് നടന്നു, ട്രേഡിംഗ് തുടങ്ങി. അതിനുശേഷം സ്റ്റോക്കിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയി, വീണ്ടും ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ഒരു ലോവർ ഹൈ, ലോവർ ലോ, ഇത്തരത്തിൽ താഴത്തേക്ക് ലോവർ ലോസും ഹയർ ലോസും ഹയർ ലോസും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന സ്റ്റോക്കുകളാണ് ബിയറിഷ് സ്റ്റോക്കുകൾ. താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകളാണത്. ഇത്തരത്തിലായിരിക്കും അതിൻ്റെ ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ്സ് എന്നത്. സോ താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റോക്കുകൾ എങ്ങനെ നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം? ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അവിടെ നിന്നും ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്ത് താഴോട്ട് വരുന്നത് കാണുന്ന ഒരു പോയിന്റിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. എഗെയിൻ കൂടുതൽ താഴത്തേക്ക് വരുന്ന സമയത്ത് ഒരു ന്യൂ ലോ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് റിട്ടേൺ കയറുന്നത് കാണുമ്പോൾ ഇവിടെ ട്രേഡ് എക്സിറ്റ് ചെയ്ത് ഈ വരുന്ന ഡിഫറൻസിനെ നമുക്ക് പ്രോഫിറ്റായിട്ട് കൺവേർട്ട് ചെയ്യാം. ആക്ച്വലി ഈ ഒരു കൺസെപ്റ്റ് പലർക്കും പെട്ടെന്ന് മനസ്സിലാകാറില്ല. നമ്മളൊരു സ്റ്റോക്ക് താഴെ നിന്ന് വാങ്ങുന്നു, ഒരു 100 ലെവലിൽ വാങ്ങുന്നു, സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു 150-ലോ 110-ലോ 130-ലോ ഏതെങ്കിലും ഒരു പ്രൈസിൽ വിറ്റിട്ട് ഈ വരുന്ന ഡിഫറൻസ് പ്രോഫിറ്റായിട്ട് എടുക്കുന്നു. ഈ വരുന്ന ഡിഫറൻസ് എന്ന് പറയുന്നതായിരിക്കും അതവരുടെ പ്രോഫിറ്റ്. പക്ഷേ സെയിം സിനാരിയോ ഡൗൺ സൈഡ് വരുന്ന ഞാനിപ്പോൾ പറഞ്ഞ ഈ കൺസെപ്റ്റ് പെട്ടെന്ന് ഒരാൾക്ക് അങ്ങനെ മനസ്സിലാകാറില്ല. ഇത് കുറച്ച് സമയമെടുത്ത് പറയേണ്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് തീർച്ചയായും ഇതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് മനസ്സിലാകുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് അറിയും. ഇപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ട് എങ്കിൽ ഇങ്ങനെ മാർക്കറ്റിനകത്ത് സാധ്യമാണ് എന്ന് മാത്രം മനസ്സിലാക്കുക. നമുക്ക് ഫ്യൂച്ചറിൽ ഇതിനെക്കുറിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിനകത്ത് അവൈലബിൾ ആണ്. കൂടി നിൽക്കുന്ന പ്രൈസിൽ, അതായത് 100 രൂപയ്ക്ക് ഒരു ട്രേഡ് സെല്ല് ചെയ്തതിന് ഷോർട്ട് ചെയ്യാമെന്നാണ് ആ പ്രോസസ്സിന് പറയുന്നത്. ഷോർട്ട് ചെയ്തതിന് ശേഷം ആ മാർക്കറ്റ് താഴോട്ട് വരുന്ന സമയത്ത് ഒരു 80 ലെവലിലോ 90 ലെവലിലോ നമ്മൾ വാങ്ങിയ പ്രൈസിൽ നിന്ന് കുറച്ച് താഴെ നിൽക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് വാങ്ങിക്കൊണ്ട് ആദ്യം വിറ്റിട്ട് അതിനുശേഷം വാങ്ങിക്കൊണ്ട് ആ വരുന്ന ഡിഫറൻസ് പ്രോഫിറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റും, പ്രോഫിറ്റായിട്ട് എടുക്കാൻ പറ്റും. അതായത് ഒരു കൂടിയ വിലയ്ക്ക് വാങ്ങുന്നു, ചെറിയ വിലയ്ക്ക് വിൽക്കുന്നു, ഡിഫറൻസ് എന്നത് പ്രോഫിറ്റ്. വാങ്ങി വിൽക്കൽ മാത്രമല്ല, ആദ്യം വിറ്റതിന് ശേഷം വാങ്ങാനും ഷെയർ മാർക്കറ്റിനകത്ത് സാധ്യമാണ്. ഇത് ഒരു മനസ്സിലാക്കിയിരിക്കുക. നമുക്ക് ഫ്യൂച്ചറിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായൊരു വീഡിയോ ചെയ്യാം. മൂന്നാമത്തെ സിനാരിയോ സൈഡ് വേസ് മാർക്കറ്റ്. സോ സൈഡ് വേസിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടാണെന്ന് വിചാരിക്കുക. ഇത് ഈക്വൽ ഹൈസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓരോ സമയവും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ലോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിൻ്റെ ഹൈയും ലോസും ഈക്വലാണ്. ഈക്വൽ ഹൈസ് ആൻഡ് ഈക്വൽ ലോസ് ആണ്. സോ ഒരു ചോപ്പി മാർക്കറ്റ് ചാർട്ടാണ് അതെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇത് ഹയർ ഹൈസും ഹയർ ലോസും ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ ലോവർ ഹൈസും ഉണ്ടാക്കുന്നില്ല. ഈക്വൽ ഹൈസും ഈക്വൽ ലോസും ഉണ്ടാക്കിയതിന് ശേഷം ഇത് മുകളിലോട്ട് പോവുകയാണ്. ഇത്തരത്തിലൊരു ചാർട്ട് മൂവ് ചെയ്യുകയാണ് എങ്കിൽ ഈ സ്റ്റോക്ക് താഴെ എത്തിയതിന് ശേഷം സപ്പോർട്ട് കൺഫേം ചെയ്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ഹൈ എവിടെയാണോ ആ പോയിൻറ്റിൻ്റെ തൊട്ട് മുമ്പ് നമുക്ക് എക്സിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വരുന്ന ഡിഫറൻസ് പ്രോഫിറ്റായിട്ട് എടുക്കാം. സെയിം റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം താഴോട്ട് വരുന്നത് കാണുമ്പോൾ ഇവിടെ ഷോർട്ട് ചെയ്യാം. അടുത്ത സപ്പോർട്ട് ലെവലിന് തൊട്ട് മുമ്പ് എക്സിറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വരുന്ന ഡിഫറൻസ് പ്രോഫിറ്റായിട്ട് എടുക്കാം. സൈഡ് വേസിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ഒരു രീതി എന്നത് ഇതാണ്. ഇതും നമ്മൾ ചാർട്ടിനകത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എഗെയിൻ ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ചാർട്ടിനകത്ത് നമുക്ക് എല്ലാം ഇത് കാണാൻ പറ്റുന്നതാണ്. ഇതെല്ലാം ഞാൻ ചാർട്ടിനകത്ത് കാണിച്ചു തരുന്നതാണ്. നമുക്കിനി 3 സിനാരിയോയിലും നേരത്തെ പറഞ്ഞ അപ്സൈഡ് മൂവ്മെൻറ്റ്, ബിയറിഷ് മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ സൈഡ് വേസ് മൂവ്മെൻറ്റിലും നമ്മൾ ആദ്യം പറഞ്ഞ ടൂൾസ്, നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റായ ടൂൾസ് എങ്ങനെ ഉപയോഗിക്കാം എന്ന് നോക്കാം. മൂന്നാമത്തെ പോയിൻ്റ് ടൂൾ. ഈ ടൂൾ എങ്ങനെ നമുക്ക് അപ്സൈഡ് മൂവ്മെൻറ്റിലും സൈഡ് വേസ് മൂവ്മെൻറ്റിലും ബിയറിഷ് മൂവ്മെൻറ്റിലും ഉപയോഗിക്കാമെന്ന് നോക്കാം. ടൂൾസിനെ നമ്മൾ 2ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ഒന്ന് ഹൊറിസോണ്ടൽ ലൈൻ, 2 ട്രെൻഡ് ലൈൻ. നമുക്ക് 3 സിനാരിയോ ഉണ്ട്. ഒന്ന് അപ്സൈഡ് മൊമെൻറ്റം തരുന്ന സിനാരിയോ, 2 ഡൗൺ സൈഡ് മൊമെൻറ്റം തരുന്ന സിനാരിയോ, 3 സൈഡ് വേസ് മൊമെൻറ്റം തരുന്ന സിനാരിയോ. ഇതിനകത്ത് ബുള്ളിഷ് മൊമെൻറ്റത്തിലും ബിയറിഷ് മൊമെൻറ്റത്തിലും, അതായത് ബുള്ളിഷ് മൊമെൻറ്റത്തിലും ബിയറിഷ് മൊമെൻറ്റത്തിലും നമ്മൾ ഉപയോഗിക്കുന്നത് ട്രെൻഡ് ലൈനാണ്.
ട്രെൻഡ് ലൈനാണ് ഈ രണ്ട് സിനാരിയോയിലും ഉപയോഗിക്കുന്നത്. ഹൊറിസോണ്ടൽ ലൈൻ മോസ്റ്റ്ലി ഉപയോഗിക്കുന്നത് സൈഡ് വേസ് മാർക്കറ്റിന് വേണ്ടിയിട്ടാണ്. ഇത് പലപ്പോഴും നമ്മൾ മാറി മാറി ഉപയോഗിക്കാറുണ്ട് അങ്ങനെയുള്ള സിനാരിയോസ് വരുന്ന സമയത്ത്. പക്ഷേ കോമൺലി കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ രണ്ട് സിനാരിയോയിലും ട്രെൻഡ് ലൈനും സൈഡ് വേസ് മാർക്കറ്റിനകത്ത് ഹൊറിസോണ്ടൽ ലൈനുമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു സിനാരിയോയിൽ ഒരു ലൈൻ പ്ലോട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇത് അപ്സൈഡ് മൂവ്മെൻറ്റ് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. ഓക്കെ, അപ്സൈഡ് മൂവ്മെൻറ്റ് ഓൾറെഡി 2-3 പ്രാവശ്യം ഇവിടെ തന്നിട്ടുണ്ട്. ഈ ഒരു സിനാരിയോയിൽ നമ്മൾ ട്രെൻഡ് ലൈൻ യൂസ് ചെയ്യും. ട്രെൻഡ് ലൈൻ എന്നതും ഹൊറിസോണ്ടൽ ലൈൻ എന്നതും സിമ്പിളായിട്ടൊരു ലൈനാണ്. ഹൊറിസോണ്ടൽ ലൈൻ അറിയാലോ, ഹൊറിസോണ്ടലായിട്ട്. ട്രെൻഡ് ലൈൻ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഡിഗ്രി മാറ്റിക്കൊണ്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇത് ഒരു സിംഗിൾ സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ആ ലൈൻ നമ്മുടെ സ്റ്റോക്ക് മൂവ് ചെയ്യുന്ന ഡിഗ്രി ചേഞ്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഡ്രോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ആംഗിളിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചാർട്ടാണിത്. ഇതിനകത്ത് ഓൾറെഡി 3 ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അഗെയിൻ ഒരു 3 ലോയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഈ ഹൈയിനെയും ലോയിനെയും കണക്ട് ചെയ്തുകൊണ്ടൊരു ട്രെൻഡ് ലൈൻ വരയ്ക്കാൻ പോവുകയാണ്. അതായത് ഞാൻ ഈ ഹൈ ടച്ച് ചെയ്തു, അഗെയിൻ രണ്ടാമതൊരു ഹൈ ടച്ച് ചെയ്തു, മൂന്നാമത്തെ ഹൈനെയും ടച്ച് ചെയ്തുകൊണ്ട് ഈ ലൈൻ ഇങ്ങനെ നീട്ടി വരയ്ക്കുകയാണ്. റൈറ്റ്. അതുപോലെ തന്നെ താഴത്തെ ലോ കണക്ട് ചെയ്തുകൊണ്ട് ഈ ലൈനിനെ ചേർത്ത് വരയ്ക്കുകയാണ്. ആക്ച്വലി ഈ ചാർട്ട് ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് മനസ്സിലാകും? ഈ സ്റ്റോക്ക് താഴോട്ട് വന്നു, ഇവിടെ ഒരു സപ്പോർട്ട് ഫേസ് ചെയ്തു, മുകളിലോട്ട് പോയി, ഒരു റെസിസ്റ്റൻസ് ഫേസ് ചെയ്തു, താഴോട്ട് വന്നു, അഗെയിൻ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ്. ഈ പാറ്റേൺ ഈ ട്രെൻഡ് ലൈനിനകത്ത് തന്നെ ഈ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. റൈറ്റ്. സോ വീണ്ടും ഈ സ്റ്റോക്ക് താഴോട്ട് വന്നതിന് ശേഷം ഈ ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അഗെയിൻ 2 സിനാരിയോ ഇവിടെ സംഭവിക്കാം. ഒന്ന്, ഈ പഴയതുപോലെ തന്നെ ഈ സപ്പോർട്ടിനെ ആക്ട് ചെയ്തുകൊണ്ട്, സപ്പോർട്ടിനെ മാനിച്ചുകൊണ്ട് ഈ സ്റ്റോക്കിന് മുകളിലോട്ട് പോവാം. ഇതാണ് ഫസ്റ്റ് സിനാരിയോ. രണ്ടാമത്തെ ഒരു സിനാരിയോ എന്നത് ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് താഴോട്ട് വരാം. താഴോട്ട് വരുന്ന കേസാണെങ്കിൽ തിരിച്ച് ഈ സ്റ്റോക്ക് മുകളിലോട്ട് വരുന്ന സമയത്ത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് സപ്പോർട്ട് റെസിസ്റ്റൻസ് ആയി ആക്ട് ചെയ്യും. പക്ഷെ നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇവിടെ ഈ സ്റ്റോക്ക് ഈ സപ്പോർട്ടിനെ മാനിച്ചുകൊണ്ട് തിരിച്ച് മുകളിലോട്ട് കയറുന്ന സിനാരിയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത്തരത്തിൽ ഈ ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തുകൊണ്ട് മുകളിലോട്ട് പോകുന്ന കേസിൽ പോകുന്നു എന്ന് കൺഫേം ആകുമ്പോൾ, അതായത് ഇവിടെ വന്ന് ടച്ച് ചെയ്യുമ്പോഴേക്കും നമ്മളൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യണം എന്നല്ല, തിരിച്ച് മുകളിലോട്ട് കയറുന്നത് കാണുമ്പോൾ, അത് കൺഫേം ആകുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു പോയിന്റിനകത്ത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ടാർഗറ്റ് എന്തായിരിക്കും? പല പ്രാവശ്യം ഈ ലൈനിനകത്ത് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുത്തതിന് ശേഷം ആദ്യം പോയി ടച്ച് ചെയ്ത ലൈൻ എന്ന് പറയുന്നത് മുകളിലെ ട്രെൻഡ് ലൈനാണ്. സോ ഇപ്രാവശ്യവും നമുക്ക് ഈ ലൈനിനകത്ത് പോയി ടച്ച് ചെയ്യും എന്ന് വിശ്വസിച്ചുകൊണ്ട്, അതിനൊരു ഹോപ്പ് കൊടുത്തുകൊണ്ട്, പ്രഡിക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന് ടാർഗറ്റായി വെച്ചുകൊണ്ട്, ഈ പോയിന്റിന് തൊട്ട് മുമ്പ് എക്സിറ്റ് ആവുന്ന തരത്തിൽ ടാർഗറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. 90% ഓഫ് ദ കേസസ് ഈ ട്രെൻഡ് ലൈനകത്ത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോക്ക് ഇത്തരത്തിൽ ഒരു സപ്പോർട്ട് എടുക്കുന്നത് കൺഫേം തരികയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു 90% ഓഫ് ദ കേസസ് ടച്ച് ചെയ്ത് തരാറുണ്ട്. നമ്മുടെ ടാർഗറ്റ് അച്ചീവ്മെൻറ്റ് നടക്കാറുണ്ട്. അതുപോലെ തന്നെ മുകളിലോട്ട് പോയിട്ട് റെസിസ്റ്റൻസ് എടുത്തതിന് ശേഷം ഒരു യൂ ടേൺ എടുത്ത് താഴത്തേക്ക് കൺഫർമേഷൻ തരുന്ന സമയത്ത് ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്, പ്രിഫറൻസ് ടാർഗറ്റ് എന്നത് താഴെ കാണുന്ന ട്രെൻഡ് ലൈൻ ആയിരിക്കും. ഇതാണ് അപ്സൈഡ് മൊമെൻറ്റിൽ ട്രെൻഡ് ലൈൻ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്ന ഒരു ബേസിക് രൂപം എന്ന് പറയുന്നത്. ബിയറിഷ് സിനാരിയോയിലും സെയിം കൺസെപ്റ്റ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ ബിയറിഷ് മൊമെൻറ്റം തരുന്ന സ്റ്റോക്കുകളിലും ട്രേഡ് ചെയ്യേണ്ട എക്സാക്റ്റ് രീതി എന്നത് ഏകദേശം ഇതുപോലെ തന്നെയാണ്. ഒരു സ്റ്റോക്ക് താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, പല പ്രാവശ്യം ഈ ട്രെൻഡ് ലൈനിനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട്, ഈ ട്രെൻഡ് ലൈൻ എക്സാക്ട്ലി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ സ്റ്റോക്ക് താഴോട്ട് വരുന്നുണ്ട്. ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, എഗെയിൻ ഒരു ഹൈ, വീണ്ടും ഒരു ലോ, എഗെയിൻ ഒരു ഹൈ, ലോ, ഹൈ, ലോ, ഹൈ. ഇപ്പോൾ ഹൈ എത്തിയിട്ട് റിട്രേസ് തന്നിരിക്കുന്ന മൊമെൻ്റാണ്. സോ നമുക്ക് എക്സാക്റ്റ് ചെയ്ത് കണ്ടിന്യൂഷൻ നടക്കുമെന്നും ഈ ട്രെൻഡ് ലൈനിൽ വന്ന് ടച്ച് ചെയ്തതിന് ശേഷം തിരിച്ച് കയറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇവിടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. SLഉം നമ്മുടെ ടാർഗറ്റും എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ബേസിക് ആയ കാര്യമാണ്, ഞാൻ അഗൈൻ വീണ്ടും പറയുകയാണത് ബേസിക് ആയ കാര്യങ്ങളാണ്. അഡ്വാൻസ് നമ്മൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നതാണ്. സോ ഇവിടെ
ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും. ഈ ട്രെൻഡ് ലൈനിൽ തിരിച്ചതിന് ശേഷം ഒരു യൂ ടേൺ എടുത്ത് ഇവിടെ ഒരു കൺഫർമേഷൻ തരികയാണെങ്കിൽ അപ്സൈഡ് മൊമെൻറ്റ് തരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈനിന് തൊട്ട് മുകളിലായിരിക്കും. സോ ഈ കണ്ടിന്യൂഷൻ ചാർട്ട് ഒരു ബ്രേക്ക് ഔട്ടോ ഒരു ബ്രേക്ക് ഡൗണോ നടക്കുന്നത് വരെ കണ്ടിന്യൂ ചെയ്യും. എക്സാക്റ്റ് അതും കൂടെ ഞാൻ പറയണമെന്ന് വിശ്വസിക്കുന്നു. ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. എപ്പോൾ വരെ? ഒരു ഹൈ വോളിയത്തിൽ ഒരു ബ്രേക്ക് ഔട്ടോ ഒരു ബ്രേക്ക് ഡൗണോ തരുന്നത് വരെ അപ്സൈഡ് മൊമെൻറ്റവും, അതുപോലെ തന്നെ ഒരു ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ തരുന്നത് വരെ ബിയറിഷ് മൊമെൻറ്റവും ഈ ചാനലിനകത്ത് തന്നെ കൺസോളിഡേറ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും സാധ്യതയുണ്ട്. സോ സൈഡ് വേസ് പോകുന്ന മാർക്കറ്റിലും എക്സാക്റ്റ് അത് തന്നെയാണ്. സ്റ്റോക്ക് പല പ്രാവശ്യം ഈ 2 ട്രെൻഡ് ലൈനിനും ഇടയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എക്സാക്റ്റ് സപ്പോർട്ട് എടുത്ത് ഒരു കൺഫർമേഷൻ തരുന്ന സാഹചര്യത്തിൽ അപ്പ് സൈഡിലെ ട്രെൻഡ് ലൈൻ ടാർഗറ്റായി വെച്ചുകൊണ്ട് ഇവിടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ട്രെൻഡ് ലൈനിന് തൊട്ട് താഴെ നമുക്ക് ട്രേഡ് എക്സിറ്റ് ചെയ്യാം. തിരിച്ച് റെസിസ്റ്റൻസ് എടുത്ത് സ്റ്റോക്ക് താഴോട്ട് വരുന്ന സാഹചര്യത്തിൽ ഈ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്യുമെന്ന വിശ്വാസത്താൽ ഇവിടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. താഴെ സപ്പോർട്ട് ലൈൻ ടച്ച് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ട്രേഡിൽ നിന്ന് എക്സിറ്റ് ആകാം. സൈഡ് വേസ് മാർക്കറ്റിൻ്റെ കൺസെപ്റ്റ് ഇതാണ്. സോ അപ്പ് സൈഡിലും ഡൗൺ സൈഡിലും നമ്മൾ ഉപയോഗിക്കുന്ന ലൈൻ എന്നത് ട്രെൻഡ് ലൈനാണ്. ഓക്കെ, സൈഡ് വേസിൽ യൂസ് ചെയ്യുന്ന ലൈൻ എന്നത് ഹൊറിസോണ്ടൽ ലൈനാണ്. ക്ലിയർ? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം. ഇത്തരം ട്രേഡുകൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിവിടെ ഒരു തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സും യൂസ് ചെയ്യുന്നില്ല, റൈറ്റ്? ഇവിടെ പിന്നെ നമ്മൾ എന്താണ് നോക്കുന്നത്? വിലയുടെ ആക്ഷൻസ്, പ്രൈസിൻ്റെ ആക്ഷൻസ് നോക്കിയിട്ടാണ് നമ്മളിവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് ഏത് സിനാരിയോ ആണെങ്കിലും ഈ ഓരോ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് എത്തുന്ന സമയത്തും ഈ വിലയിലുണ്ടാകുന്ന റിയാക്ഷൻസ് നോക്കിക്കൊണ്ട് മാത്രമാണ് ഇവിടെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അത് ട്രെൻഡ് ലൈനും അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈനും ഉപയോഗിച്ചിട്ട്. സോ ഇത്തരത്തിൽ ട്രേഡ് ചെയ്യുന്ന ട്രേഡേഴ്സിനെയാണ് പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. പ്രൈസ് ആക്ഷൻ്റെ ബേസിക്സ് എന്നത് ഇത്രയേ ഉള്ളൂ. ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത് സ്റ്റോക്ക് മുകളിലോട്ട് പോവുകയാണെങ്കിൽ അവിടെ ബൈ ചെയ്യാം. ട്രെൻഡ് ലൈനിൽ റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് വരികയാണെങ്കിൽ ഷോർട്ട് ചെയ്യാം. പ്രൈസ് ആക്ഷൻ്റെ ബേസിക് എന്ന ഒരു കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ ചാർട്ടിലേക്ക് പോകാം. ചാർട്ടിനകത്ത് ഞാൻ ഈ 3 സിനാരിയും പറ്റുന്നത് പോലെ കാണിച്ചു തരുന്നതാണ്. എങ്ങനെയാണ് ഒരു ഇൻവിസിബിൾ ചാർട്ട് നോക്കിയിട്ട്, അതായത് ചാർട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ലൈൻസുകളൊന്നും തന്നെ അവൈലബിൾ ആയിരിക്കില്ല. നമ്മളൊരു ഇൻവിസിബിൾ ചാർട്ടിലാണ് നമ്മുടെ യുക്തിക്കനുസരിച്ച് നമ്മൾ പാറ്റേൺ കണ്ടുപിടിച്ച് ഈ ഹൊറിസോണ്ടൽ ലൈനും അതുപോലെ തന്നെ ട്രെൻഡ് ലൈനും ഡ്രോ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ നിഫ്റ്റിയുടെ ചാർട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50യുടെ ചാർട്ടാണ്. 4 അവർ 4 അവേഴ്സിൻ്റെ ടൈം ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് ടൈം ഫ്രെയിംസിനകത്തും ഇത് ഉപയോഗിക്കാം. ആക്ച്വലി ഒരു ക്യാൻഡിൽ ഫോം ആകുന്നതിൻ്റെ ഒരു ബേസിക്സ് രൂപം എന്ന് പറയുന്നത്, അത് അപ്പ് സൈഡ് പോകുമോ ഡൗൺ സൈഡ് പോകുമോ എന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ട്രേഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ്. ഓക്കെ, സൈക്കോളജി പരമായിട്ടാണ് ഓരോ ട്രേഡും എക്സിക്യൂട്ട് ആവുന്നതും അതുപോലെ തന്നെ ക്യാൻഡിൽസ് ഫോം ചെയ്യുന്നതും. അതുകൊണ്ട് തന്നെ ഇത് ഏത് ടൈം ഫ്രെയിമിനകത്തും അവൈലബിൾ ആണ്. 1 മിനിറ്റ് ക്യാൻഡിൽ നോക്കിയാലും 1 അവർ ടൈം ഫ്രെയിം നോക്കിയാലും 1 മന്തിൻ്റെ ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സൈഡ് വേസും അപ്പ് സൈഡും ഡൗൺ സൈഡും എല്ലാം കാണാൻ കഴിയും. നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത് നിഫ്റ്റിയുടെ 4 അവേഴ്സ് ടൈം ഫ്രെയിമാണ്. നിഫ്റ്റിയുടെ ചാർട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ലാസ്റ്റത്തെ ഈ മൂവ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ഫോർമേഷൻ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതായത് ഈ സ്റ്റോക്ക് മുകളിലോട്ട് പോയി താഴോട്ട് വന്നു, എഗെയിൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ ഹൈ ലോ, എഗെയിൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയും ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്ന ഹൈയും ഇതിന് മുമ്പ് ഉണ്ടാക്കിയ ഹൈനേക്കാൾ താഴെയാണ്, റൈറ്റ്? അതുപോലെ തന്നെ ഓരോ പ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്ന ലോയും അതിന് മുമ്പ് ഉണ്ടാക്കിയിരിക്കുന്ന ലോയിനേക്കാൾ കുറച്ചുകൂടെ താഴെയാണ്. സോ ഇത് ഒരു ബിയറിഷ് സൈഡ്, ബിയറിഷ് മൊമെൻറ്റം കാണിക്കുന്ന ഒരു ചാർട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിനകത്ത് എങ്ങനെ ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യാം? അതിനകത്ത് കുറേ ഓപ്ഷൻസ് അവൈലബിൾ ആണ്, കുറേ ഇൻഡിക്കേറ്റേഴ്സും അവൈലബിൾ ആണ്. ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നില്ല. ആക്ച്വലി ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ കണ്ടോ 100 കണക്കിന് ഇൻഡിക്കേറ്റേഴ്സ് അവൈലബിൾ ആണ്. ഇതിൽ ഓരോ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ ഒരുപാട് സമയത്തിൻ്റെ ആവശ്യമുണ്ട്. എല്ലാം നമ്മൾ ട്രേഡിങ്ങിന് യൂസ് ചെയ്യുന്ന ഇൻഡിക്കേറ്റേഴ്സ് തന്നെയാണ്. ഓരോന്നിനും ഓരോ യൂസേജാണ്. നമ്മളിപ്പോൾ പ്രൈസ് ആക്ഷൻ്റെ വീഡിയോ മാത്രം, പ്രൈസ് ആക്ഷൻ ട്രേഡേഴ്സിൻ്റെ യൂസ് ചെയ്യുന്ന മൈൻഡ് സെറ്റ് പ്രകാരം യൂസ് ചെയ്യുന്ന ടൂൾസ് മാത്രമേ നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഓരോ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചും ആവശ്യമെങ്കിൽ ഒരു ക്ലാസ് ചെയ്യാൻ പറ്റുന്നതാണ്, ഒരു വീഡിയോ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക്
ടൂൾസിൻ്റെ നോക്കാം. നമ്മളാദ്യം ഇത് സൈഡ് വേസ് മാർക്കറ്റല്ല, ബിയറിഷ് ട്രെൻഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ട്രെൻഡ് ലൈനാണ്. നമുക്കൊരു ട്രെൻഡ് ലൈൻ ഇവിടെ ഡ്രോ ചെയ്യാം. ഈ എല്ലാ ലോസും കട്ട് ചെയ്യുന്ന തരത്തിൽ, അതായത് മാക്സിമം ഹൈയും മാക്സിമം ലോയും ടച്ച് ചെയ്യുന്ന തരത്തിലായിരിക്കണം ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യേണ്ടത്. സോ ഞാനിവിടെ മാക്സിമം ഹൈ ടച്ച് ചെയ്യുന്ന തരത്തിൽ ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്തു. അതുപോലെ തന്നെ മാക്സിമം ലോ ടച്ച് ചെയ്യുന്ന തരത്തിൽ ഒരു ട്രെൻഡ് ലൈൻ താഴെയും ഡ്രോ ചെയ്തു. സോ മുകളിലും ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്, താഴെയും ഒരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാമായിരുന്നു എന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, ദെൻ ഒരു ലോ, വീണ്ടും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. എക്സാക്റ്റ് ആ ട്രെൻഡ് ലൈനിൽ ഒരു റെസിസ്റ്റൻസ് കീപ്പ് ചെയ്തുകൊണ്ട് സ്റ്റോക്ക് താഴോട്ട് വരികയാണ്. തിരിച്ചൊരു മുകളിലേക്ക് പോയി, എഗെയിൻ താഴോട്ട് തന്നെ വന്നു. ഇവിടെ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്തു, തിരിച്ച് മുകളിലേക്ക് പോയി, വീണ്ടും താഴത്തേക്ക് വന്നു. ഈ ഒരു സിനാരിയോ എത്തുന്ന സമയത്ത് നമുക്ക് ഏകദേശം കൺഫേമായി. എന്ത് കൺഫേമായി? ഈ സ്റ്റോക്ക് 1, 2, 3 പ്രാവശ്യം മൂന്ന് പ്രാവശ്യം റെസിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ 1, 2, 3, 4, 5 പ്രാവശ്യം സപ്പോർട്ടും കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 6ാമത്തെ പ്രാവശ്യമാണ് ഈ സ്റ്റോക്ക് ഇവിടെ വന്നിട്ട് സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്നും സ്റ്റോക്ക് മുകളിലോട്ട് പോകുന്നത് കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ ട്രെൻഡ് ലൈൻ നമ്മുടെ ടാർഗറ്റായി വെച്ചുകൊണ്ട് ഇവിടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. സോ ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും നമ്മുടെ ടാർഗറ്റ് എന്നത് നമുക്ക് ഇത്തരത്തിൽ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരുന്നു. അഗെയിൻ ഈ താഴെ ഇവിടെ വന്ന് ടച്ച് ചെയ്തതിന് ശേഷം ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റ് കാണിക്കുന്ന സമയത്ത് ഈ ട്രെൻഡ് ലൈൻ നമ്മുടെ ടാർഗറ്റായി വെച്ചുകൊണ്ട് ഒരു ബിയറിഷ് ഒരു ഷോർട്ട് സെല്ല് നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്നതായിരുന്നു. നമ്മുടെ ടാർഗറ്റ് എന്നത് ഈ ട്രെൻഡ് ലൈൻ ആയിരിക്കും. ഇവിടെ നമുക്ക് വേറൊരു എക്സാമ്പിളും കൂടെ കാണാൻ കഴിയും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു റെസിസ്റ്റൻസോ സപ്പോർട്ടോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ഓപ്പോസിറ്റ് ഒരു സപ്പോർട്ട് പല പ്രാവശ്യം എടുത്തു, ഇവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് തിരിച്ച് കയറുന്ന സമയത്ത് സപ്പോർട്ടായിട്ട് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതുപോലെ തന്നെ മുകളിലോട്ട് പോകുന്നൊരു സ്റ്റോക്ക് പല പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്ത സ്റ്റോക്ക് ബ്രേക്ക് ഔട്ട് നടത്തി താഴോട്ട് വരുന്ന സമയത്ത് ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. ഇവിടെ പല പ്രാവശ്യം റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്, ഇവിടെ പല പ്രാവശ്യം സപ്പോർട്ടും എടുത്തിട്ടുണ്ട് ഈ സ്റ്റോക്ക്, റൈറ്റ്? നമുക്ക് നമ്മുടെ കൺമുന്നിൽ കാണാൻ കഴിയുന്നുണ്ടത്. അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടത്തി സ്റ്റോക്ക് മുകളിലോട്ട് പോയി തിരിച്ച് താഴേക്ക് വന്ന സമയത്ത് നമുക്ക് എന്താണ് കാണാൻ കഴിയുന്നത്? താഴോട്ട് വന്ന സമയത്ത് ഈ ട്രെൻഡ് ലൈൻ എക്സാക്റ്റ് സപ്പോർട്ട് എടുത്തുകൊണ്ട് സ്റ്റോക്ക് മുകളിലോട്ട് പോവുകയാണ് ഉണ്ടായത്, റൈറ്റ്? ഇത്രയും നേരം റെസിസ്റ്റൻസ്, അതായത് കുറേ നാളുകളായിട്ട് റെസിസ്റ്റൻസിൽ നിന്ന ഒരു ട്രെൻഡ് ലൈൻ ഇപ്പോൾ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഒരു സപ്പോർട്ടോ റെസിസ്റ്റൻസോ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അത് വീണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് കൺഫേം ചെയ്യുന്ന തരത്തിലുള്ള ഒരു ചാർട്ടാണിത്. നിഫ്റ്റിയുടെ തന്നെ ചാർട്ടാണ്. ഇപ്രാവശ്യം ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് 5 മിനിറ്റ്സ് ആണ്. ഞാൻ എല്ലാ ടൈം ഫ്രെയിമിലും ഒരേ ചാർട്ടിനകത്ത് തന്നെ വരുന്ന മാറ്റങ്ങൾ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നു. സോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. നിഫ്റ്റി തന്നെ 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. സോ നമുക്കിവിടെ ഒരു അപ്സൈഡ് മൊമെൻറ്റം കാണാൻ കഴിയുന്നുണ്ട്, റൈറ്റ്? ഒരു ട്രെൻഡ് ലൈൻ നമുക്കിവിടെ ഡ്രോ ചെയ്യാം. ഇതാണ് ട്രെൻഡ് ലൈൻ. അതുപോലെ തന്നെ മുകളിലെ ട്രെൻഡ് ലൈൻ ഏകദേശം ഇങ്ങനെയാണ്. മനസ്സിലാകുന്നുണ്ടോ? സ്റ്റോക്ക് താഴേക്ക് വന്നതിന് ശേഷം സപ്പോർട്ട് എടുത്തു, അതിനുശേഷം തിരിച്ച് മുകളിലേക്ക് പോയി, റെസിസ്റ്റൻസ്, സപ്പോർട്ട്. സോ പല പ്രാവശ്യം ഈ ലൈനിനകത്ത് സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും ഈ ക്യാൻഡിൽ ഈ ചാർട്ട് ഈ ലൈനിൽ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ഈ ട്രെൻഡ് ലൈൻ വളരെ വൃത്തിയായി ആക്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇതിനകത്ത് ഞാൻ ഒന്നുകൂടെ കാര്യം ഇൻക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഇതിന് നമുക്ക് കുറച്ചൊന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കാം. നിങ്ങൾക്കിവിടെ ട്രെൻഡ് ലൈൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് കൺഫേം ആകുന്ന എന്തെങ്കിലും കിട്ടണമല്ലോ. എന്നെങ്കിലാണല്ലോ ഈ സ്റ്റോക്ക് മുകളിലോട്ട് പോകും, എനിക്ക് അടുത്ത റെസിസ്റ്റൻസ് ലൈന് ടാർഗറ്റ് തരും എന്ന വിശ്വാസത്തിൽ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇതാണ് നമ്മുടെ ട്രെൻഡ് ലൈൻ. നമുക്ക് അറിയാം റെഡ് ക്യാൻഡിൽ എന്നത്, ഇത് റെഡായിട്ട് കണക്കൂട്ടണം. ഒരു റെഡ് ക്യാൻഡിൽ ബിയറിഷ്നെസ്സിനെ സൂചിപ്പിക്കുന്ന ക്യാൻഡിലും ഗ്രീൻ ക്യാൻഡിൽ ബുള്ളിഷ്നെസ് സൂചിപ്പിക്കുന്ന ക്യാൻഡിലുമാണ്. സോ ഈ ട്രെൻഡ് ലൈനിന് അടുത്ത് വരുന്ന സമയത്ത് ഈ ട്രെൻഡ് ലൈൻ ചേർന്ന് നിൽക്കുമ്പോൾ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതിനർത്ഥം ഈ സ്റ്റോക്ക് ഈ സപ്പോർട്ട്
എടുത്തിട്ടുണ്ട്, സപ്പോർട്ടായിട്ട് ഇവിടെ ആക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് തിരിച്ച് മുകളിലേക്ക് കയറാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് അനുമാനിക്കാം. മനസ്സിലാകുന്നുണ്ടോ? സോ എക്സാക്റ്റ് ഈ ട്രെൻഡ് ലൈൻ എത്തിയ സമയത്ത് ഒരു റെഡ് ക്യാൻഡിലായിരുന്നു, ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തു, അതിനുശേഷം ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോമായി. ഈ ഗ്രീൻ ക്യാൻഡിലിൻ്റെ മുകളിൽ കട്ട് ചെയ്ത സമയത്ത് നമ്മളിവിടെ ബൈ ചെയ്തു. നമ്മുടെ ടാർഗറ്റ് എന്നത് അടുത്ത റെസിസ്റ്റൻസ് ലൈൻ. അതുപോലെ തന്നെ റെസിസ്റ്റൻസ് എത്തിയ സമയത്ത് സപ്പോർട്ട് വന്നിട്ടുണ്ട്. സപ്പോർട്ട് എങ്ങനെ വന്നു എന്ന് കാണാം. ആക്ച്വലി ഗ്രീൻ ക്യാൻഡിൽ ചെന്ന് ടച്ച് ചെയ്തു, അതിനുശേഷം ഒരു റെഡ് ക്യാൻഡിൽ കൺഫർമേഷൻ തന്നു. റെഡ് ക്യാൻഡിൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് എന്നത് കാണിച്ചു തന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അതായത് നമുക്ക് കാണിച്ചു തന്ന കൺഫർമേഷൻ തന്ന ക്യാൻഡിലിൻ്റെ ലോ കട്ട് ചെയ്യുന്ന സമയത്ത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. ടാർഗറ്റ് എന്നത് അടുത്ത സപ്പോർട്ട് ലൈൻ. ഇപ്പോൾ സമയം നമുക്ക് ഒരുപാട് അതിക്രമിച്ച് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേഗം ഒരു സൈഡ് വേസ് ട്രെൻഡും കൂടെ കാണിച്ചു തന്നതിന് ശേഷം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. സോ സൈഡ് വേസ് ക്യാൻഡിൽ കാണിച്ചു തരാനായിട്ട് ഞാനിവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയുടെ തന്നെ 1 മിനിറ്റ് ചാർട്ടാണ്. അതായത് ഏറ്റവും കുറഞ്ഞ 1 മിനിറ്റ് ചാർട്ടാണ് നമുക്ക് ട്രേഡിംഗ് സിഗ്നൽ കിട്ടുന്ന ഏറ്റവും സമയം കുറഞ്ഞ ഒരു ചാർട്ട് എന്നത്. ഞാനിപ്പോൾ ഇവിടെ അതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഏകദേശം സൈഡ് വേസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ സ്റ്റോക്ക് ഈ ചാനലിനകത്തോട്ട് എൻ്റർ ചെയ്തു. അതിനുശേഷം ഹൈ ലോ ഹൈ ലോ ഹൈ, റൈറ്റ്. 1 മിനിറ്റ് ചാർട്ടായതിൻ്റെ പേരിലാണ് നമുക്കിവിടെ ഒരു ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ലാത്തത്. ഇത് വലിയ ടൈം ഫ്രെയിം, ഞാനിതൊരു അസൈൻമെൻ്റ് ആയിട്ട് തരികയാണ് നിങ്ങൾക്ക്. 5 മിനിറ്റിൻ്റെയോ 15 മിനിറ്റിൻ്റെയോ 1 ഡേ ചാർട്ടിലോ സൈഡ് വേസ് ക്യാൻഡിലും അതുപോലെ തന്നെ അപ്പ് സൈഡ് ഡൗൺ സൈഡ് തരുന്ന ചാർട്ടുകൾ നിങ്ങൾ സ്വയം കണ്ടുപിടിച്ച് അത് ലൈൻ ഡ്രോ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. കാര്യങ്ങൾ കുറച്ചുകൂടെ സ്വയം പഠിക്കാൻ ശ്രമിക്കുക, റൈറ്റ്. ഇത് ചെയ്തതിന് ശേഷം നിങ്ങളൊരു ലൈവ് എക്സാമ്പിളായിട്ട് ചെയ്ത് പഠിക്കുക, അസൈൻമെൻറ്റായിട്ട് ചെയ്ത് പഠിക്കുക. ഞാനിപ്പോൾ 1 മിനിറ്റ് ചാർട്ടിലാണ് ഈ സൈഡ് വേസിൻ്റെ ക്യാൻഡിൽ കാണിച്ചു തരുന്നത്. സോ നമുക്കിത് നോക്കുകയാണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അറിയാൻ കഴിയും. ഈ ചാനലിനകത്ത് തന്നെ ഈ സ്റ്റോക്ക് കൺസോളിഡേറ്റ് ചെയ്യുന്നുണ്ട്, ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. മുകളിൽ പോയി റെസിസ്റ്റൻസ് എടുത്തു, താഴെ വന്നു സപ്പോർട്ട്, എഗെയിൻ റെസിസ്റ്റൻസ്, സപ്പോർട്ട്, റെസിസ്റ്റൻസ്, സപ്പോർട്ട്. ഇത്തരത്തിൽ ഈ സ്റ്റോക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. എപ്പോൾ വരെ? ഒരു ഹൈ വോളിയത്തിൽ ബ്രേക്ക് ഔട്ടോ ബ്രേക്ക് ഡൗണോ നടക്കുന്നത് വരെ. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുള്ളതായിട്ട് കാണാം. ബ്രേക്ക് ഔട്ട് നടന്നു, അതിനുശേഷം മുകളിലോട്ട് പോയി തിരിച്ച് താഴെ വരുന്നതും പിന്നെ സ്റ്റോക്ക് മൂവ് ചെയ്ത് പോകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സോ ഇത്രയാണ് നമുക്ക് പ്രൈസ് ആക്ഷൻ്റെ ബേസിക്സ് എന്ന് പറയുന്നത്. 3 സിനാരിയോയിൽ ഇത് വർക്ക് ചെയ്യുന്ന സാധ്യതയുണ്ട്. 3 സിനാരിയോ പ്രകാരം ചാർട്ട് മൂവ് ചെയ്യും. 1 സൈഡ് വേസ് ആണ്, 2 സൈഡ് വേസ് ആണ്, 2 അപ്പ് സൈഡാണ്, 2 ഡൗൺ സൈഡാണ്. ഈ 3 സിനാരിയോയിലും നമുക്ക് ട്രെൻഡ് ലൈനും ഹൊറിസോണ്ടൽ ലൈനും വെച്ച് മൂവ്മെൻറ്റ് അനലൈസ് ചെയ്യാം. ട്രെൻഡിൻ്റെ ചാർട്ടിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടാണെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയും. അതായത് ട്രെൻഡ് ലൈൻ ഉപയോഗിക്കുന്നത് അപ്പ് സൈഡ് മൊമെൻറ്റത്തിലും ഡൗൺ സൈഡ് മൊമെൻറ്റത്തിലുമാണ്. ഹൊറിസോണ്ടൽ ലൈൻ ഉപയോഗിക്കുന്നത് സൈഡ് വേസ് ചോപ്പി മാർക്കറ്റ് അല്ലെങ്കിൽ റേഞ്ച് ബൗണ്ട് മാർക്കറ്റിനകത്താണ്. സോ നമ്മൾ ട്രേഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഈ ട്രെൻഡ് ലൈനിലോ ഹൊറിസോണ്ടൽ ലൈനിലോ സപ്പോർട്ടോ റെസിസ്റ്റൻസോ എടുക്കുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ ക്യാൻഡിൽ കിട്ടിയതിന് ശേഷം ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം. നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ സപ്പോർട്ട് ലൈനോ അടുത്ത സപ്പോർട്ട് ലൈനോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലൈനോ ആയിരിക്കും. ക്ലിയർ? മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിനകത്ത് നമ്മൾ ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചോ SL സ്റ്റോപ്പ് ലോസ്, അതായത് നമ്മളിവിടെ ഒരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണ്. എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് SL നമുക്ക് നഷ്ടം വരികയാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ അടുത്ത് 1 ലക്ഷം രൂപയുണ്ട്, 1 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? മണി മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യാം? ഇത്തരത്തിലുള്ള എല്ലാ കാര്യത്തിനെ കുറിച്ച് നമുക്ക് വീഡിയോ ചെയ്യാം. സപ്പോസ് നമ്മൾ 1 ലക്ഷം രൂപയ്ക്ക് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ എക്സ്പെക്റ്റഡ് ടാർഗറ്റ് കിട്ടാൻ സാധ്യത 10,000 രൂപയാണ്, റൈറ്റ്. 10,000 രൂപ നമ്മൾ ലാഭം പ്രതീക്ഷിക്കുന്ന സമയത്ത് എത്ര രൂപ നഷ്ടം വന്നാലും നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്ത് പിന്നോട്ട് മാറണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ആക്ഷൻ്റെ ബേസ് എന്നത് ഇതാണ്, ഹൊറിസോണ്ടൽ ലൈൻ ആൻഡ് ട്രെൻഡ് ലൈൻ. അതുപയോഗിച്ച് എങ്ങനെ ഒരു പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാം, എങ്ങനെ അതിനകത്ത് ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാം എന്നതാണ്. അത്രയേ ഉള്ളൂ പ്രൈസ് ആക്ഷൻ എന്നത്. സോ ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ് ഗൈസ്, ആൻഡ് ഡെഫിനറ്റ്ലി ഐ വിൽ മേക്ക് മോർ വീഡിയോസ് ഫോർ യു. ഇതൊരു സീരീസ് ആയിട്ട് തന്നെ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ വാല്യുബിൾ ആണ്, നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. എന്ത് തന്നെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ പറ്റുന്നത് പോലെ അതിന് റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു.